നമസ്കാരം, ഞാൻ മനോജ് നെടിയാകൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാൽ പാക്കറ്റിൻ്റെ നിറം നീല, പച്ച, ഓറഞ്ച്. എന്താണ് ഇതിങ്ങനെ? ഇതിൻ്റെ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ പാൽ മേടിക്കുമ്പോൾ ഒരു നീല കവർ അല്ലെങ്കിൽ മഞ്ഞ കവർ പാൽ വാങ്ങും. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എന്തെന്ന് ആർക്കെങ്കിലും അറിയാമോ? അപ്പോൾ നമുക്ക് വിശദമായിട്ട് നോക്കാം. പാൽ വാങ്ങാൻ കടയിൽ ചെന്നാൽ നമ്മൾ സാധാരണയായി ചോദിക്കുന്നത് ഒരു നീല കവർ അല്ലെങ്കിൽ ഒരു പച്ച കവർ എന്നൊക്കെയായിരിക്കും. ഇന്ത്യയിലെ പാൽ കവറുകൾ വെറും വെള്ള നിറത്തിലല്ല, മറിച്ച് നീല, പച്ച, ഓറഞ്ച് തുടങ്ങിയ വിവിധ നിറങ്ങളിലാണ് വരുന്നത്. പാലിൻ്റെ കൊഴുപ്പിൻ്റെ അളവ് എത്രയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാനുള്ള എളുപ്പവഴിയാണ് ഈ നിറങ്ങൾ. ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയായ FSSAI പാലിൻ്റെ ലേബലിങ്ങും സുരക്ഷാ മാനദണ്ഡങ്ങളും നിശ്ചയിക്കുമ്പോൾ അതിലെ കൊഴുപ്പിൻ്റെ അളവ് ഉപഭോക്താക്കളെ എളുപ്പത്തിൽ അറിയിക്കാനായി ഡയറി ബ്രാൻഡുകളാണ് ഈ കളർ കോഡുകൾ നൽകുന്നത്. അമുൽ, മദർ ഡയറി, ആവിൻ തുടങ്ങിയ ബ്രാൻഡുകളെല്ലാം ഈ രീതിയിൽ പിന്തുടരുന്നുണ്ട്. പൊതുവായ മാനദണ്ഡങ്ങൾ അനുസരിച്ച് നീല നിറത്തിലുള്ള കവറുകൾക്ക് ഏകദേശം 3% കൊഴുപ്പുള്ള ടോൺഡ് മിൽക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. പച്ച നിറത്തിലുള്ള കവറുകൾ 4.5% കൊഴുപ്പുള്ള സ്റ്റാൻഡേർഡൈസ്ഡ് പാലിനെയും ഓറഞ്ച് നിറത്തിലുള്ള 6% കൊഴുപ്പുള്ള ഫുൾ ക്രീം പാലിനെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. ഇവയ്ക്ക് പുറമെ 1.5% മാത്രം കൊഴുപ്പുള്ള ഡബിൾ ടോൺഡ് പാൽ മജന്ത നിറത്തിലുള്ള കവറുകളിലാണ് വിപണിയിൽ എത്തുന്നത്. സമയലാഭത്തിനും സൗകര്യത്തിനും നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുമ്പോൾ നാം പലപ്പോഴും അതിലെ വിവരങ്ങൾ മുഴുവൻ വായിച്ചു നോക്കാൻ മെനക്കെടാറില്ല. തിരക്കിട്ട ജീവിതത്തിൽ വേഗത്തിൽ സാധനങ്ങൾ തിരഞ്ഞെടുക്കാൻ ഈ കളർ കോഡുകൾ വലിയ രീതിയിൽ സഹായിക്കുന്നുണ്ട്. ഒരേ ബ്രാൻഡിൻ്റെ തന്നെ പലതരം പാലുകൾ കടകളിൽ അടുക്കി വച്ചിരിക്കുമ്പോൾ കവറിലെ എഴുത്തുകൾ വായിക്കാതെ തന്നെ കൃത്യമായി തങ്ങൾക്ക് ആവശ്യമുള്ള പാൽ എടുക്കാൻ ഈ നിറങ്ങൾ സഹായിക്കുന്നു. പാലിലെ കൊഴുപ്പിൻ്റെ ശതമാനം പോലെയുള്ള സാങ്കേതിക വിവരങ്ങൾ ലളിതമായ നിറങ്ങളിലൂടെ ഉപഭോക്താക്കളിൽ വേഗത്തിൽ എത്തിക്കുകയാണ് കമ്പനികൾ ചെയ്യുന്നത്. നിറം കൂടിയാൽ ഗുണനിലവാരം കൂടുമോ? പാൽ കവറുകളിലെ നിറങ്ങളെക്കുറിച്ച് പലർക്കുമുള്ള ഒരു വലിയ തെറ്റിദ്ധാരണയാണ് കടുത്ത നിറമുള്ള കവറുകളിലെ പാൽ കൂടുതൽ ഗുണനിലവാരമുള്ളതായിരിക്കും എന്നത്. എന്നാൽ ഇത് തികച്ചും തെറ്റാണ്. ഒരു പാൽ മറ്റൊന്നിനേക്കാൾ മികച്ചതാണെന്നല്ല, മറിച്ച് പാലിൻ്റെ തരവും അതിലെ കൊഴുപ്പിൻ്റെ അളവും മാത്രമാണ് ഈ നിറങ്ങൾ വ്യക്തമാക്കുന്നത്. ഓരോരുത്തരുടെയും ആവശ്യങ്ങൾക്കനുസരിച്ചാണ് പാൽ തിരഞ്ഞെടുക്കേണ്ടത്. ഉദാഹരണത്തിന്, ചായ ഉണ്ടാക്കാനും ദിവസേനയുള്ള ഉപയോഗത്തിനും കൊഴുപ്പ് കുറഞ്ഞ ടോൺഡ് പാലാണ് നല്ലതെങ്കിൽ തൈരുണ്ടാക്കാനും മധുര പലഹാരങ്ങൾ തയ്യാറാക്കാനും കൂടുതൽ കൊഴുപ്പുള്ള ഫുൾ ക്രീം പാലാണ് മികച്ചത്. അപ്പോൾ എല്ലാവർക്കും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി പാൽ തിരഞ്ഞെടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ നോക്കി നമുക്ക് നല്ല ഇനം പാലുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും നന്ദി.